നിർമ്മാണത്തിനിടെ ദേശീയപാത തകരുമ്പോൾ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ചൊഴിഞ്ഞ് സംസ്ഥാന സർക്കാർ. വീഴ്ച സംസ്ഥാന സർക്കാരിന്റേതല്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞപ്പോൾ കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. അവരുടെ ആസ്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്തോ ഒരു ഓഫർ ഇടാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓഫർ അല്ല സാറ് ഒരു 10-30 ലക്ഷം ടോക്കൺ അറേഞ്ച് ചെയ്യും. ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ കൂടുതൽ തെളിവുകൾ. രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം ന്യൂസ് 18. 30 ലക്ഷം അഡ്വാൻസ് നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ. പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയല്ലെന്ന് വിജിലൻസ് SP. മുൻകൂർ ജാമ്യം തേടി ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ. സംസ്ഥാന കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ്. എല്ലാ DCC പ്രസിഡന്റുമാരെയും മാറ്റും. മാറ്റം വേണ്ടെന്ന സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം മറികടന്ന് ഹൈക്കമാൻഡ്. പാട്ടിലൂടെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചത് റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. മോദിയെ കപട ദേശീയവാദി എന്ന് വിളിച്ചെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്ന് അധിക്ഷേപിച്ചെന്നും പരാതി. വേടനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് പാലക്കാട് BJP കൗൺസിലർ മിനി കൃഷ്ണകുമാർ. പാകിസ്ഥാന്റെ ഭീകരത തുറന്നുകാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണയേറുന്നു. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി. ശശി തരൂർ നയിക്കുന്ന സംഘം നാളെ യാത്ര തിരിക്കും. വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. വെള്ളം ഇനിയും തടഞ്ഞാൽ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്ന് പാക് സൈനിക വക്താവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക തെളിവുമായി അന്വേഷണ സംഘം. പ്രതി സുകാന്ത് യുവതിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ചാറ്റ് മുഖ്യ തെളിവ്. ഓഗസ്റ്റ് 9 ആത്മഹത്യ ചെയ്യുമെന്ന് ചാറ്റിൽ പരാമർശം. മകൾ പീഡനത്തിന് ഇരയായിരുന്നത് അറിഞ്ഞിരുന്നില്ലെന്ന് പുഴയിലെറിഞ്ഞു കൊന്ന കേസിലെ അമ്മ. കുട്ടിയുടെ അച്ഛൻ മറ്റൊരു വിവാഹത്തിനൊരുങ്ങിയതിൽ വിഷമമുണ്ടായി. കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ ഭാവിയിലെ ആശങ്ക കാരണം. പീഡിപ്പിച്ച പിതൃസഹോദരനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയായ മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുമ്പോൾ അച്ഛന്റെ അടുത്ത ബന്ധു പീഡിപ്പിച്ചതായി അറിയില്ലായിരുന്നുവെന്ന് അമ്മയുടെ മൊഴി. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിനൊരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. മകളുടെ കാര്യം നോക്കാൻ യുവതിക്ക് പ്രാപ്തിക്കുറവുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കൂട്ടുകുടുംബം പോലെയാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്നും സാഹചര്യം അച്ഛന്റെ അടുത്ത ബന്ധു മുതലെടുത്തുവെന്നുമാണ് പോലീസ് പറയുന്നത്. യുവതിക്ക് മാനസിക പ്രശ്നമില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. കുട്ടി പീഡനത്തിനിരയായ കേസും 22 അംഗ സംഘം അന്വേഷിക്കും. 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ മൂഴിക്കുളം പാലത്തിലെത്തിച്ചാണ് തെളിവെടുത്തത്. കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ഉടനെ കസ്റ്റഡിയിൽ വാങ്ങും. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, നിലവിൽ അമ്മ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് കുട്ടി പീഡനത്തിന് ഇരയായ വിവരം അറിയില്ല എന്നായിരുന്നുവല്ലോ. ഇപ്പോൾ പോലീസിന്റെ ഒരു കൃത്യമായ നിഗമനം എന്താണ്? കൊലപാതകത്തിന് കാരണം എന്താണെന്ന് പോലീസിന് വ്യക്തത കൈവന്നിട്ടുണ്ടോ? മഞ്ജുഷ്, പോലീസിനോട് അമ്മ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ അച്ഛൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അതിൽ താൻ രണ്ടാനമ്മയോടൊപ്പം ഈ കുഞ്ഞു താമസിക്കുന്നത് ദുസ്വപ്നം കണ്ടു. അത്തരത്തിലുള്ള ഒരു അവസ്ഥ തന്റെ മകൾക്ക് ഉണ്ടാകരുത് എന്ന് ഭയന്നിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയാണ് ഈ പീഡന വിവരം താൻ അറിഞ്ഞിരുന്നില്ല എന്നും പോലീസിനോട് ഈ അമ്മ മൊഴി നൽകുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് ഈ കാര്യം പൂർണ്ണമായും അങ്ങോട്ട് വിശ്വസിച്ച മട്ടല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളില്ല എന്ന് തന്നെയാണ് പോലീസ് നിഗമനം. അതേസമയം
ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുമായി, അതായത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുമായി തുടർന്നുള്ള ഇങ്ങോട്ട്, അതായത് കുഞ്ഞ് മിസ്സിംഗ് ആണ് എന്ന് തുടങ്ങിയ കേസാണ് ഇത്. അതുമായി ബന്ധപ്പെട്ട അമ്മയുടെ മൊഴികളിലുണ്ടായ വൈരുദ്ധ്യമൊക്കെ പോലീസിനെ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതുമായി കൊലപ്പെടുത്താനുള്ള കാരണമായി അമ്മ നിർത്തുന്ന മൊഴി അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള ആൾ ഈ കൂട്ടുകുടുംബ സംവിധാനത്തിലായിരുന്നു ആ കുടുംബം ജീവിച്ചിരുന്നത്. അങ്ങനെ അതായത് ഈ രണ്ട് വീടുകളും തമ്മിൽ, ഈ ചെറിയച്ഛൻ്റെയും അച്ഛൻ്റെയും വീടുകൾ തമ്മിൽ ഒരൊറ്റ കാർപോർഷൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ഈ കുഞ്ഞ് പലപ്പോഴും അവിടെ കിടന്നുറങ്ങുകയോ അതല്ലെങ്കിൽ മറിച്ച് തൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുകയോ അങ്ങനത്തെ അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വീട്ടിൽ ചെറിയച്ഛനൊപ്പം പലപ്പോഴും ഈ കുഞ്ഞ് കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഇദ്ദേഹം മുതലെടുക്കുകയായിരുന്നു. അതായത് നിരന്തര പീഡനത്തിനാണ് ഈ 1.5 വർഷമായി ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ കഴിഞ്ഞ ദിവസം നമുക്ക് വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള അപേക്ഷ ഇന്ന് പോലീസ് നൽകും. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. 22 അംഗ അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിരുന്നത്. ആലുവ റൂറൽ SP M ഹേമലതയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക തെളിവ് കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതി സുഗാന്ത് സുരേഷ് യുവതിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന ചാറ്റാണ് പുറത്തുവന്നത്. യുവതിയോട് ആത്മഹത്യയുടെ തീയതി മുൻകൂട്ടി ചോദിക്കുകയും ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് യുവതി മറുപടി നൽകുന്നതും ചാറ്റിലുണ്ട്. തെളിവുകൾ പോലീസ് കോടതിയിൽ നൽകും. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ വീണ്ടെടുത്തിരിക്കുകയാണ് പോലീസ്. യുവതിയുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന സുഗാന്ത് സുരേഷുമായി ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. യുവതിയെ വേണ്ടെന്നും മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യാനാണ് താൽപര്യമെന്നുമാണ് ചാറ്റിൽ. അതിനായി യുവതി മരിക്കണമെന്നും ഇയാൾ പറയുന്നു. എന്ന് മരിക്കുമെന്ന ചോദ്യത്തിന് ഓഗസ്റ്റ് 9 യുവതി മറുപടി നൽകി. എന്നാൽ ഈ തീയതിക്ക് മുന്നേ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. ഫെബ്രുവരി 9 നടന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഫോൺ വാങ്ങിയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ഐഫോണിൽ ടെലിഗ്രാം ചാറ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ആപ്പ് റിമൂവ് ചെയ്തിരുന്നില്ല. ഈ ചാറ്റാണ് സുഗാന്തിന് കുരുക്കായത്. ആത്മഹത്യാ പ്രേരണയ്ക്ക് ശക്തമായ തെളിവാണ് പ്രതിക്കെതിരെയുള്ളതെന്ന് അന്വേഷണ സംഘം പറയുന്നു. അതേസമയം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയാനിരിക്കുകയാണ്. സുഗാന്തിനെതിരായ തെളിവുകൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിലും സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെടുന്നതും സ്ത്രീകളും കുട്ടികളും കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കോഴിക്കോട് തിരുവങ്ങൂർ പാലത്തിന് മുകളിലും പൂളാടിക്കുന്നിലെ അമ്പലപ്പടി അണ്ടർപാസിലും വിള്ളൽ കണ്ടു. തിരുവങ്ങൂർ പാലത്തിലെ വിള്ളൽ ഇന്നലെ രാത്രി തന്നെ ടാറിട്ട് അടച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത അന്വേഷിക്കാൻ 3 അംഗ സംഘം ഉടൻ തന്നെ സംസ്ഥാനത്തെത്തും. നിർമ്മാണത്തിലെ അപാകതയാണ്. മേഖലയിലെ മണ്ണിന്റെ സ്വഭാവം കണക്കിലെടുക്കാതെ നിർമ്മിച്ചതാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. 19 തീയതി ഈ ദേശീയപാത ഇടിയുന്ന സമയത്ത് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺക്രീറ്റ് കട്ടകളെല്ലാം താഴേക്ക് വീഴുന്നതും അതുപോലെ പാടത്തിലെ ഒരു ഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഉണ്ടായിരുന്ന ആ സമയം അതിലൂടെ യാത്ര ചെയ്തിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവരുടെ കരച്ചിലൊക്കെ ആ ദൃശ്യങ്ങളിൽ കേൾക്കാം. ഇത്രമാത്രം ഭീതിതമായിരുന്നു ആ കാഴ്ചയെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ദേശീയപാത 66-ൽ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് 3 ഇടങ്ങളിലാണ് ആ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൊയിലാണ്ടി തിരുവങ്ങൂരിൽ മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ട ഭാഗം ദേശീയപാത അതോറിറ്റി അടച്ചു. പക്ഷേ അവിടെ ഈ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ തിരുവങ്ങൂരിന് പുറമെ പൂളാടിക്കുന്ന്, കോഴിക്കോട് പൂളാടിക്കുന്നിൽ അടിപ്പാതയിലാണ്, സർവീസ് റോഡിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മാലാപ്പറമ്പും കോഴിക്കോട് പ്രശ്നങ്ങൾ ഈ സർവീസ് റോഡിനോട് ചേർന്ന് പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നുമുണ്ട്. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18.
നിർമ്മാണത്തിനിടെ ദേശീയപാത തകരുന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന് മേൽ ചാരി സംസ്ഥാന സർക്കാർ. ഭൂമി ഏറ്റെടുക്കൽ ആയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണത്തിന്റെ ചുമതല കേന്ദ്രത്തിനായിരുന്നു എന്നുമാണ് വിശദീകരണം. അതേസമയം പദ്ധതിയിലെ സംസ്ഥാനത്തിന്റെ പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും തുടരും. അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് ദേശീയപാത വികസനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണനേട്ടമായി ഉയർത്തിക്കാട്ടാനിരുന്ന പദ്ധതി. പുതിയ ദേശീയപാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ആരും വോട്ട് മാറ്റി ചെയ്യില്ലെന്നായിരുന്നു ആത്മവിശ്വാസം. അതാണ് മൂരിയാട് തകർന്നു വീണത്. സർക്കാർ വാർഷികത്തിന്റെ തലേദിവസമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യമൊന്നു പതറി. പിന്നെ നിർമ്മാണ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും തന്നെയാണ് തകർച്ചയ്ക്ക് മറുപടി പറയേണ്ടതെന്ന നിലപാടെടുത്തു. നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. എന്നാൽ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ നിർണായക റോൾ ഓർമ്മിപ്പിക്കാനും ശ്രമമുണ്ട്. തകർച്ചയുടെ ഉത്തരവാദിത്വം ബിജെപി ഏറ്റെടുക്കും. ഒരു നിബന്ധന മാത്രം: പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുത്. അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പാലമാണോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു 100% കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ അടിക്കാൻ കിട്ടിയ വടിയായാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത്. പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിച്ചവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാൽ മതി. ഒരു ബന്ധമില്ല. ഇപ്പൊ സമ്മതിച്ചില്ല. ആ മുതൽ ഷാ വരെ ഒരു ബന്ധമില്ല. എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയപാത തകർന്നതിൽ കേന്ദ്രത്തിന് മാത്രം ഉത്തരവാദിത്തമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ശരിയാണോ? സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സ്വന്തം നിലയിൽ അന്വേഷണം നടത്താൻ പോലും തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴയിൽ ഗർഡർ തകർന്നപ്പോൾ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ സർക്കാർ മലപ്പുറത്തും ഇതുതന്നെയാണോ ആവർത്തിക്കുന്നതെന്ന ആശങ്കയുമുണ്ട്. മലപ്പുറത്തെ ദേശീയപാത നിർമ്മാണത്തിനിടയിലുണ്ടായ തകർച്ച ചർച്ചയാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ ഉണ്ടായ സംഭവങ്ങളും വീണ്ടും ചർച്ചയാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ ഗഡറുകൾ, ദേശീയപാതയുടെ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ ഗഡറുകൾ ഒരുമിച്ച് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് 70 ടൺ വീതം ഭാരമുണ്ടായിരുന്ന 4 ഗഡറുകളാണ് ആലപ്പുഴയിൽ തകർന്നു വീണത്. അന്ന് ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് NIT-യിലെ ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ ഒരു ആവശ്യം, ജില്ലാ ഭരണകൂടം ഉന്നയിച്ച ആവശ്യം സംസ്ഥാന സർക്കാർ, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് തള്ളുകയായിരുന്നു. പക്ഷേ അന്നും ഉയർന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് കഴിഞ്ഞ നിർമ്മാണത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു എക്സ്പെർട്ട് ടീം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ ടീമിനെ ഉപയോഗിച്ച് ഇതിനകത്തൊരു പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. NIT-യിലെ ഉദ്യോഗസ്ഥർ വന്നില്ല. മറിച്ച് അന്വേഷണം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ, നിർമ്മാണം നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥരും ദേശീയപാത വിദഗ്ധരും ഒപ്പം തന്നെ NHAയുടെ ഉദ്യോഗസ്ഥരും മാത്രമാണ് അതിനകത്ത് അന്വേഷണം നടത്തിയത്. കേന്ദ്ര സർക്കാരിനാണ് നിർമ്മാണം എന്ന് പറയുമ്പോൾ പോലും സംസ്ഥാനത്തിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്നുള്ള ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ടെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് എന്തുകൊണ്ട് ഇതിനകത്ത് നിസ്സംഗത കാണിക്കുന്നുവെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. രണ്ടാം പ്രതിയായ വിൽസൺ വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം ന്യൂസ് 18 കിട്ടി. 30 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ പറയുന്നത് ശബ്ദ സംഭാഷണത്തിൽ വ്യക്തമാണ്. അതേസമയം പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തിരിച്ചടിയായി കാണുന്നില്ലെന്നാണ് വിജിലൻസ് SP-യുടെ പ്രതികരണം. അതിനിടെ കേസിലെ ഒന്നാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. പരാതിക്കാരനായ അനീഷിന് ED സമൻസ് അയച്ചതിന് പിന്നാലെയുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. 30 ലക്ഷം നൽകിയാൽ പിന്നെ ED-യിൽ നിന്നും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്നും താൻ മറിച്ചു പറഞ്ഞാൽ അവർ താങ്കളെ പൂട്ടിക്കളയുമെന്നും വിൽസൺ പറയുന്നുണ്ട്.
പല കേസുകളിലും താൻ ഇഡിക്ക് വേണ്ടി ഇടനിലക്കാരനായിട്ടുണ്ടെന്നും ആദായ വകുപ്പുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും വിൽസൺ പറയുന്നുണ്ട്. അവരുടെ ആസ്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്തോ ഒരു ഓഫർ ഇടാൻ പറ്റും, നിങ്ങൾക്ക് പറ്റണ ഒരു ഓഫർ. ഒരു 10-30 ലക്ഷം ടോക്കൺ അറേഞ്ച് ചെയ്യും. നിങ്ങളുടെ ഇഡിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് നോട്ട് ഇത് ഇവിടെ വെക്കും. ഇഡിന്ന് പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നോട്ട് ചെയ്ത് ഇവിടെ വെക്കുള്ളൂ. നമ്മള് പേയ്മെന്റ് കൊടുത്ത് ഇവരെ വീണ്ടും നമ്മളെ തന്നെ വിളിക്കില്ലല്ലോ. തീർച്ചയായിട്ടും വിളിക്കില്ല. പിന്നെ വിളിക്കണത് ഞാനായിരിക്കും വിളിച്ച കാര്യങ്ങള്. എനിക്ക് അതിനകത്തൊരു ഈഗോ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയാണ്ടല്ലോ, നിങ്ങൾ കൂട്ടിക്കളെ വരും. അത്രയും ഇതായിക്കണം. പിണറായി വിജയന്റെ മോളെയും പാർട്ണറെയും വരെയിട്ട് മുട്ടുകുത്തിക്കണം. എന്നാൽ പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിജിലൻസ് SP. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ല. ശ്രദ്ധാപൂർവ്വം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അഴിമതിക്കെതിരെ ഉള്ള സന്ധിയില്ലാത്ത സമരമാണ്. അതിലിപ്പോൾ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഈ പറയുന്ന പരാതിയിൽ പ്രിലിമിനറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് വാസ്തവങ്ങളൊന്നും ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ച 2ാം പ്രതി വിൽസൺ, 3ാം പ്രതി മുകേഷ്, 4ാം പ്രതി രഞ്ജിത്ത് വാര്യർ എന്നിവർ ചോദ്യം ചെയ്യലിന് വിജിലൻസ് ഓഫീസിൽ ഹാജരായി. അതേസമയം കേസിലെ 1ാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. താൻ നിരപരാധിയാണെന്നും കേസിൽ പ്രതി ചേർത്തത് ദുരുദ്ദേശത്തോടെയാണെന്നും ഹർജിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. SFIയുടെ റിപ്പോർട്ടിന്മേൽ മാസപ്പടി കേസിൽ തുടർ നടപടികൾ 4 മാസത്തെ കൂടി ഹൈക്കോടതി തടഞ്ഞു. CMRL നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഏതാണ്ട് 1 മാസം മുൻപ് ഇങ്ങനെ ഒരു സ്റ്റേ നൽകിയിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി. ഇപ്പോൾ ആ സ്റ്റേ നീട്ടുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയുണ്ടായോ ഇപ്പോൾ ഹൈക്കോടതി SFIO റിപ്പോർട്ടിന്മേൽ? മഞ്ജുഷ, CMRL നൽകിയ ഹർജിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുന്നതിനു വേണ്ടി ഈ ഹർജി വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ CMRLന്റെ ഭാഗം കൂടി കേൾക്കേണ്ടി വരും എന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നടപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ഈ SFIO റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ പ്രതികൾക്ക്, ഈ വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് സമൻസ് അയച്ച് കോടതിയിൽ വിചാരണ വേളയിൽ ഹാജരാകാൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനിടയിലാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ പ്രധാനമായും പറയുന്നത് തങ്ങളുടെ വാദം കേൾക്കാതെയാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നത്. അതിൽ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് SFIO കേട്ടിരുന്നില്ല. ഇത്തരത്തിലൊരു ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ക്രിമിനൽ പ്രതികളെ നടപടി പോലെ തങ്ങൾക്കെതിരായിട്ടുള്ള നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയിൽ CMRL പ്രധാനമായും ഉന്നയിച്ചത്. ഇതെന്തായാലും ഈ ഒരു ഉന്നയിച്ച കാര്യം അത് ഗൗരവമുള്ളതാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ ഹർജി നീട്ടിവെച്ചിരിക്കുന്നത്. അതുവരെ മറ്റ് അറസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിചാരണയിലേക്കോ കടക്കണ്ട എന്ന് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. ഇത് CMRLനെ സംബന്ധിച്ച്, വീണ വിജയനെ സംബന്ധിച്ച് ഒരു ആശ്വാസമുള്ള നടപടിക്രമങ്ങൾ കൂടിയാണ്. എന്തായാലും ഇനി ഇതിൽ തുടർ നടപടി എന്നോണം ഇനി എന്താണ് ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദമടക്കമുള്ളവ കേൾക്കേണ്ടി വരും. SFIO രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാസപ്പടി കേസിൽ ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. KPCC അധ്യക്ഷനെ മാറ്റിയതിന് പിന്നാലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ്. ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ട എന്ന സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം മറികടന്നാണ് ഹൈക്കമാൻഡിന്റെ പുതിയ തീരുമാനം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ KPCCയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. നിലവിലുള്ള ഒഴിവുകൾ നികത്തിയാൽ മതിയെന്ന അഭിപ്രായവും KPCC നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന നേതാക്കളുടെ എതിരഭിപ്രായങ്ങൾ മറികടന്ന് സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത്. താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അതിനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നില്ലെന്ന വിമർശനം നേരത്തെ ചില നേതാക്കളിൽ നിന്നും ഉയർന്നിരുന്നു. മാത്രമല്ല, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യമുണ്ടാക്കരുതെന്നും മാറ്റങ്ങൾ ആവശ്യമാണെന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ KPCC ഭാരവാഹികൾക്ക് പുറമെ ഭൂരിഭാഗം DCC അധ്യക്ഷന്മാരും മാറിയേക്കുമെന്നാണ് വിവരം. 10ലേറെ DCC അധ്യക്ഷന്മാർ മാറിയേക്കുമെന്നാണ് സൂചന.
കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിലവിലെ സാഹചര്യത്തിൽ അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം ഹൈക്കമാൻഡ് പരിഗണിച്ചേക്കും. നേരത്തെ സംസ്ഥാന നേതാക്കളിലെ പലരെയും അറിയിക്കാതെയായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ അടക്കം മാറ്റിയത്. ഇതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പുനഃസംഘടനയേക്കാൾ പ്രധാനം തെരഞ്ഞെടുപ്പുകൾ ആണെന്നും KPCC നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. മികവ് പുലർത്തിയ നേതാക്കളെ നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. പുനഃസംഘടന ഉണ്ടാവില്ല, നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ഞാൻ പറയുകയാണ്, KPCC പ്രസിഡന്റാണ് പറയുന്നത്, ഇന്നലെ അങ്ങനെ ഒരു ചർച്ചാ മീറ്റിംഗിൽ നടന്നിട്ടേ ഇല്ല. CPM-ന്റെ പിണിയാളുകളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കേണ്ടി. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന. അതിട്ട് നടക്കൂലെന്ന് നിങ്ങൾ പറയുക, പിറ്റേ ദിവസം ഹൈക്കമാൻഡ് നടത്തുമെന്ന് പറയുക. നിങ്ങൾ KPCC പ്രസിഡന്റിനെ തീരുമാനിച്ച് കുറെ പേര് വഷളായതാണ്. എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന നടത്തണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നതിനാൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് പുതിയ KPCC നേതൃത്വത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, News 18. സംസ്ഥാന സർക്കാരിന്റെ 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം നടത്തും. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിലാണ് പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകിട്ടാണ് സമാപന സമ്മേളനം. ഏപ്രിൽ 21-ന് കാസർഗോഡാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. വികസന കാര്യങ്ങൾ നാടറിയരുത് എന്ന നിർബന്ധം ഒരു വിഭാഗത്തിനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ജില്ലാ അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരളം കടക്കണിയിലാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇതിൽ വസ്തുതയുടെ ഒരു കണികയുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത നാടിന്റെ ഗുണപരമായ കാര്യങ്ങൾ, നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒട്ടേറെ മേഖലകളിൽ വരുന്ന വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നാട് വലിയ തോതിൽ അറിയാതിരിക്കണം എന്ന ഒരു നിർബന്ധം കേരളത്തിലെ ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന്റെ ഭാഗമായി സംഭവിക്കുന്നത് അങ്ങേയറ്റം നിഷേധപരമായ വാർത്തകൾ. കേരളം വലിയ തോതിൽ പുറകോട്ട് പോവുകയാണ്, സാമ്പത്തിക പ്രതിസന്ധി, കടക്കിണി, ഒരു പദ്ധതിയും നടപ്പാകുന്നില്ല, എല്ലാ പദ്ധതികളും അവതാളത്തിലായിപ്പോയി, കേരളം ഉദ്ദേശ രീതിയിൽ മുന്നോട്ട് പോകാത്ത നിലയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. പാക് ഭീകരത തുറന്നുകാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണയേറുകയാണ്. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി. സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ടോക്കിയോയിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരുമായും നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. Every terrorist activity in the world has some or other link in Pakistan. So this time our Prime Minister has also said it's a new normal. It's enough is enough. You cannot talk anymore now. If anything happens to our citizens, we will hit back. We will retaliate. And we came here, as he explained, I come from the state Bihar, where Buddhism born. Buddhism is for ahimsa, for peace. To reach out to Russia when we have been facing terror attacks time and again. And we've lost 26 lives in India. So the government of India and the Prime Minister have decided that MPs from across the country from different parties. യാത്ര തിരിക്കാൻ പോകുന്ന സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് ശശി തരൂർ നയിക്കുന്ന സംഘം യാത്ര തിരിക്കുന്നത്. ഭീകരതയുടെ ഇരയെയും വേട്ടക്കാരനെയും തുലനം ചെയ്യാനാകില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രതികരിച്ചു. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരർക്കായുള്ള ഓപ്പറേഷൻ ത്രാഷി 2ാം ദിനത്തിലേക്ക് കടന്നു. പ്രദേശത്ത് കൂടുതൽ ഭീകരർ ഉണ്ടെന്ന നിഗമനത്തിലാണ് സുരക്ഷാസേന. ഇന്നലെ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു. ഭീകരരെ തുരത്തുന്നതിനിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. മഹാരാഷ്ട്ര സ്വദേശിയായ സന്ദീപ് പാണ്ഡുരംഗാണ് വീരമൃത്യു വരിച്ചത്.
ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. വെള്ളം തടഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്നായിരുന്നു പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയുടെ പരാമർശം. മുൻപ് ലഷ്കർ-ഇ-തായിബ ഭീകരൻ ഹാഫിസ് സെയ്ദ് നടത്തിയ പരാമർശത്തിന് സമാനമാണ് പാക് സൈനിക വക്താവിന്റെ പ്രതികരണം. പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. तुम हमारा पानी बंद कर दोगे, हम तुम्हारा सांस बंद कर देंगे. ഓപ്പറേഷൻ സിന്ദൂറിൽ അതിർത്തി രക്ഷാ സേന സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ BSF മുൻനിരയിലുണ്ടായിരുന്നു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലാണ് BSF ജോലി ചെയ്യുന്നത്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ അതിക്രമത്തിന് ശക്തമായ തിരിച്ചടി BSF നൽകിയെന്നും അമിത്ഷാ പറഞ്ഞു. सबसे पहले 1965 से लेकर 2025 तक अपने कर्तव्य के पथ पर निडर होकर सर्वोच्च बलिदान की भावना के साथ चलते हुए 2000 से ज्यादा जिन सीमा प्रहरियों ने अपना सर्वोच्च बलिदान दिया है, मैं पूरे राष्ट्र की ओर से उनको नमन करता हूं, प्रणाम करता हूं. റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വടക്ക് കിഴക്കൻ മേഖലയെ ഒരു അതിർത്തി മേഖല എന്ന് മാത്രം വിളിച്ചിരുന്ന കാലം മാറിയെന്നും വളർച്ചയുടെ മുൻനിരയിലേക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കുതിച്ചെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഈ മേഖലകൾ അവസരങ്ങളുടെ നാടായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. एक समय था जब नॉर्थ ईस्ट को सिर्फ फ्रंटियर रीजन कहा जाता था. आज ये ग्रोथ का फ्रंट रनर बन रहा है. साथियों, अच्छा इंफ्रास्ट्रक्चर टूरिज्म को अट्रैक्टिव बनाता है. जहां इंफ्रास्ट्रक्चर अच्छा होता है, वहां इन्वेस्टर्स को भी एक अलग कॉन्फिडेंस आता है. ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസിന് കോട്ടയത്ത് തുടക്കമായി. സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്ന അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സക്കറിയ മാർ അപ്രയം മെത്രാപ്പോലിത്തയ്ക്കെതിരെ നടപടിയുണ്ടായേക്കും. ഓറിയന്റൽ സഭകളുമായി ബന്ധപ്പെട്ട വിവാദവും സുന്നഹദോസിൽ ചർച്ചയാകും. യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ മിഡിൽ ഈസ്റ്റ് സഭകളുടെ നിലപാട് തള്ളി ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ മറ്റ് സഭകൾ രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനെതിരെ NIAക്ക് പരാതി. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വേടനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. പാലക്കാട് നഗരസഭയിലെ BJP കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. പ്രധാനമന്ത്രിയെ കപട ദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്നും അധിക്ഷേപിച്ചുള്ള പാട്ടിനെതിരെയാണ് പരാതി. അമേരിക്കയിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് റദ്ദാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി കോടതി തടഞ്ഞു. US ഫെഡറൽ കോടതിയുടേതാണ് ഈ തീരുമാനം. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് തടവിൽ വയ്ക്കുന്നതിനും സ്റ്റേയുണ്ട്. ഹാർവർഡ് സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കിക്കൊണ്ട് ട്രംപ് ഭരണകൂടം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഹാർവർഡ് സർവകലാശാലയിൽ നിലവിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ വേറെ സർവകലാശാലകളിലേക്ക് മാറണമെന്നായിരുന്നു നിർദ്ദേശം. അല്ലാത്ത പക്ഷം അവരുടെ വിദ്യാർത്ഥി വിസ റദ്ദ് ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സ്റ്റുഡന്റ് ഗ്രൂപ്പുകളുടെ അധികാരം കുറയ്ക്കണം, അമേരിക്കൻ മൂല്യങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികളെക്കുറിച്ച് സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യണം, DEI പരിപാടികൾ റദ്ദാക്കണം തുടങ്ങിയവയായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ. ഇതിനെതിരെയാണ് കോടതി നടപടി. വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്ത് തടവിൽ വയ്ക്കുന്നതും ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞു. ഹാർവർഡ് സർവകലാശാലയിലെ മൊത്തം വിദ്യാർത്ഥികളിൽ 27% 140ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് ഹാർവർഡ്. കുടിയേറ്റക്കാർക്കും വിദേശ പൗരന്മാർക്കും എതിരായ ട്രംപിന്റെ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് മുതൽ 4700-ലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ US-ൽ പഠിക്കാനുള്ള അനുമതി റദ്ദാക്കിയിരുന്നു. യാതൊരറിയിപ്പോ വിശദീകരണമോ കൂടാതെയായിരുന്നു വിസ റദ്ദാക്കിയത്. തുടർന്ന് മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തിയാലോ എന്ന് ഭയന്ന് നിരവധി വിദ്യാർത്ഥികളാണ് US വിട്ടത്. നിലവിൽ US ഫെഡറൽ കോടതിയുടെ ഉത്തരവ് അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18.
അമേരിക്ക ഇറാൻ ആണവ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ച ഇന്ന് റോമിൽ നടക്കും. മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി ചർച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലിയുള്ള ഇരുപക്ഷത്തിന്റെയും അഭിപ്രായ വ്യത്യാസം തുടരുന്നതിനിടയിലാണ് 5ാം ഘട്ട ചർച്ച എന്നതാണ് ശ്രദ്ധേയം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് വാഷിംഗ്ടണും തെഹ്റാനും ദിവസങ്ങൾക്ക് മുൻപ് പരസ്പര വിരുദ്ധ നിലപാടുകളാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുക മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നുമാണ് US മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അനുശ്രീ ചേരും.